going to try, go all the way. Otherwise, don't even start. If you are going to try, go all the way. All the others are a test of your endurance, of how much you really want to do it. And you'll do it, despite rejection and the worst odds. It will be. വർണ്ണവിസ്മയങ്ങളും ദൃശ്യമികവും പണക്കൊഴുപ്പുകളുമെല്ലാം കൂടിച്ചേർന്ന ഇന്നത്തെ ആധുനിക ഫുട്ബോളിൻ്റെ മനോഹാരിത വർണ്ണിക്കും മുമ്പേ അതിൻ്റെ ചരിത്രങ്ങളിലേക്കും കൂടി ഒന്ന് കണ്ണോടിക്കണം. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലം സാമ്രാജ്യശക്തികൾ ലോകമെങ്ങും കൊടികുത്തി വാഴുകയും വർണ്ണവും വേഷവും ഭാഷയും കൊണ്ടെല്ലാം ലോകം പലതായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ അതിർവരമ്പുകളെയെല്ലാം അപ്പാടെ മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ള ഒരു കായിക വിനോദം യൂറോപ്പിൻ്റെ മണ്ണിൽ നിന്നും ഉത്ഭവം കൊള്ളുന്നു. കറുത്തവനും വെളുത്തവനും സമ്പന്നനും ദരിദ്രനും അന്നു മുതൽക്കേ ഒരേപോലെ നെഞ്ചിലേറ്റിയ ഒരേ ഒരു വികാരം. അതെ, ഫുട്ബോൾ എന്ന് നാമോദയം ചെയ്യപ്പെട്ട കാൽപന്ത് കളിയുടെ വിസ്മയ ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജനത അന്ന് വെറുമൊരു തുകിൽ പന്തിന് പിന്നിലോടി തുടങ്ങിയ ചരിത്ര നിമിഷങ്ങളുടെ ദൈർഘ്യം എത്രയേറെ മഹത്തരമായിരുന്നു. പാദനഗ്നരായ ആൾക്കൂട്ടരുടെ മണ്ണിലേക്ക് അന്ന് പതിച്ച പാദമുദ്രയുടെ വലിപ്പം അത്രമേൽ വലുതായിരുന്നു. 1856 ഷെഫീൽഡ് FC എന്ന ടീമിൻ്റെ പിറവിയോടുകൂടി ഫുട്ബോൾ ലോകത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ലോക ജനതയെ ഒരൊറ്റ വികാരത്തിൽ നിശ്ചലമാക്കി നിർത്തുവാൻ സാധ്യമാകുന്ന കാൽപന്ത് കളിയുടെ തേരോട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത്. വർഷങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് ഫുട്ബോളിലെ പല മാറ്റങ്ങൾക്കുമൊപ്പം പല ഇതിഹാസങ്ങളും മണ്ണിൽ പിറവികൊണ്ടു. ഫുട്ബോളിനെ സംബന്ധിച്ച് ഇതിഹാസമെന്ന വാക്കോർത്തെടുക്കുമ്പോൾ തീർച്ചയായും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പേരും മുഖവും ഒരാളുടേത് മാത്രമായിരിക്കും. യെസ്, ദ ബ്ലാക്ക് പേൾ ഓഫ് ഫുട്ബോൾ. അതെ, 19-ാം നൂറ്റാണ്ടിൽ ഗോളടി കൊണ്ട് മേളം തീർത്ത സാക്ഷാൽ പെലെയുടെ തന്നെ. കലണ്ടറിൽ വർഷം മാറുന്നതിനനുസൃതമായി പല ഇതിഹാസങ്ങൾക്കും ഫുട്ബോൾ ലോകം ജന്മം നൽകി. ബോബി ചാൾട്ടൻ, യോഹാൻ ക്രൈഫ്, മിഷേൽ പ്ലാറ്റിനി, ഡീഗോ മറഡോണ, റൊണാൾഡോ നസാരിയോ, സിനദിൻ സിദാൻ, തിയറി ഹെൻറി, ഡേവിഡ് ബെക്കം തുടങ്ങി പല ഇതിഹാസങ്ങളും ഐക്കോണിക് താരങ്ങളും പല കാലഘട്ടങ്ങളിലായി ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇതിഹാസം രചിച്ചുകൊണ്ടേയിരുന്നു. കളിയരങ്ങിൽ ചിലർ മധ്യനിരയിൽ വശ്യചാരുതയാൽ കളി മെനഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ ഗോളടി മികവ് കൊണ്ടും അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇഷ്ടതാരങ്ങളായി മാറി. ഇഷ്ടം വെച്ചവർക്കും ആരാധിച്ചവർക്കും നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കാലക്രമേണ ഇതിഹാസങ്ങൾ പടിയിറങ്ങിക്കൊണ്ടേയിരുന്നു. ഫുട്ബോൾ ഗെയിം വെറുമൊരു ആസ്വാദനത്തിനും അപ്പുറം ആവേശവും മാരവങ്ങളും മാർപ്പുവിളികളുമായി മാറുക നമുക്ക് പ്രിയപ്പെട്ട താരങ്ങൾ മൈതാനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള പ്രകടനം അവരിൽ നിന്നും കാണുമ്പോൾ മാത്രം തന്നെയാണ്. എണ്ണം പറഞ്ഞ ഫുട്ബോൾ താരങ്ങളിൽ വെച്ച് അതിൽ കഴിവറ്റ മികച്ചൊരു താരത്തെ നമ്മുടെ ഇഷ്ടതാരമായി തിരഞ്ഞെടുക്കുക അല്പം അനായാസമേറിയ കാര്യം തന്നെയാണ്. അകമറിഞ്ഞ് നാം നൽകിയ പിന്തുണയ്ക്ക് പകരമായി 5-6 വർഷം ഓർക്കാവുന്ന സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആ ഇതിഹാസങ്ങൾ കളിയരങ്ങിനോട് വിട പറയുകയാണ് പതിവ്. എന്നാൽ നമ്മുടെ ചർച്ചയും സംസാരവും ആ തലമുറകൾ കൈമാറി വന്ന ആ പതിവ് രീതികളെയോ വിരലുകളിൽ എണ്ണാവുന്ന കാലം ഫുട്ബോളിനെ ഭരിച്ച രാജാക്കന്മാരെയോ കുറിച്ചല്ല. പകരം 2 പതിറ്റാണ്ട് കാലം ഫുട്ബോൾ ലോകം മടക്കി വാണ 2 ഇതിഹാസങ്ങളെക്കുറിച്ചാണ്. കാൽപന്ത് കളിയിലെ സർവ്വതും തങ്ങളുടെ കാൽക്കീഴിൽ ഒതുക്കിയ ആ 2 നാമങ്ങൾ കൂട്ടിച്ചേർക്കാതെ എങ്ങനെയാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ അധ്യായം പൂർത്തിയാക്കുക? അതെ, ഫുട്ബോൾ ലോകത്തിലെ രാജാവിൻ്റെയും ഫുട്ബോളിൻ്റെ സ്വന്തം മെസ്സിയെയും കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഡോസ് സാന്റോസ് അവേറോ ആൻഡ് ലയണൽ ആൻഡ്രസ് മെസ്സി. ഇരുവരുടെ കരിയറിലേക്കും നേട്ടങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ച് അതിന് വർണ്ണിക്കുവാൻ വാക്കുകൾ തപ്പി ഇറങ്ങിയാൽ ഒരുപക്ഷെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും മതിയായെന്ന് വരില്ല. ലോകാത്ഭുതങ്ങളുടെ കണക്ക് സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ 7 എന്നായിരിക്കും ഉത്തരം. എന്നാൽ ഫുട്ബോളിനെ പ്രണയിച്ചവനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അത് 9-ൽ ചെന്ന് നിൽക്കും. അത്രമേലേറെ അത്ഭുതങ്ങളാണ് കാലങ്ങളായി ഈ 2 പേരും ചേർന്ന് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൂട്ടുന്നത്.
19 years of age, he gets a hat-trick. You can't write a script like this. ലിയോ മെസ്സി ഇതിഹാസത്തിൻ്റെ തുടക്കകാലം മുതൽ ഒരാൾ അയാളെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്കിനി ആ തൂലിക താഴെ വെച്ച് വിശ്രമം തുടരാം. കാരണം മെസ്സി എന്ന മാന്ത്രികൻ ചുംബനം നൽകാത്ത കിരീടങ്ങൾ ഇനി ഈ ഫുട്ബോളിൽ ബാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ചരിത്രം അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആ പേരിനൊപ്പം ചേർക്കുവാൻ ഒരു കിരീടമോ അല്ലെങ്കിൽ അയാളെയും കാത്ത് മറ്റൊരു പുരസ്കാരമോ ഇല്ല എന്നതിൽ നിന്ന് തന്നെ എല്ലാം പകൽ പോലെ വ്യക്തമാണ്. മെസ്സി എന്ന താരത്തെ ഹൃദയത്തിലേറ്റിയവരോട് അയാളോടുള്ള ഇഷ്ടത്തിന് പിന്നിലെ രഹസ്യമെന്താണെന്ന് അറിയുവാൻ ശ്രമിച്ചാൽ കൂടുതലായി ഒന്നും പറയുവാൻ അവർക്ക് വാക്കുകളുണ്ടാകില്ല. കാരണം ആ ഇടംകാലുകൊണ്ടുള്ള മാന്ത്രികത ഒന്നു മാത്രം മതി. എല്ലാ നേട്ടങ്ങളും ആ കാലുകളിൽ ഭദ്രമായി നിലകൊള്ളുന്നുണ്ട്. എതിർ ടീമിൻ്റെ ഗോൾ മുഖത്ത് 3-4 കളിക്കാർക്കിടയിലൂടെ ഒരു ചീറ്റപ്പുലി പോലെ കുതിക്കുന്ന മെസ്സിയുടെ വേഗതയും അതിനൊപ്പം മലിഞ്ഞു ചേർന്ന ഡ്രിബ്ലിംഗ് പാടവങ്ങളും ഗോൾ കീപ്പർമാരുടെ തലയ്ക്ക് മിത വിരിയുന്ന മഴവിൽ ഫേക്ക് ഗോളും ലോക ഫുട്ബോളിൽ മറ്റാർക്കാണ് അവകാശപ്പെടാനാകുക? ഫുട്ബോളിനെ നിയന്ത്രിക്കുന്നതിലെ ആ വിസ്മയം കണ്ടാൽ പന്തിനെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വല്ല കാന്തിക ശക്തിയും ആ കാലിനകത്ത് ഒളിപ്പിച്ചിട്ടോ എന്ന് പോലും ആർക്കാണ് തോന്നാത്തത്? അയാളെ വെല്ലുവിളിച്ച ഏത് പ്രതിരോധക്കാരനാണ് അയാൾക്ക് മുന്നിൽ 3 വട്ടം കറങ്ങാതിരുന്നിട്ടുള്ളത്? ആകാശഗോപുരങ്ങളിലേക്ക് ആ കൈവിരലുകൾ ഉയർത്തിയുള്ള ആഘോഷങ്ങൾ പോലെ ആ മനുഷ്യനും അത്രയേറെ ഉയരങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പകരക്കാരില്ലാത്ത മിശിഹയായി കാലങ്ങളിനിയും അയാൾ ഫുട്ബോളിൽ തുടരുക തന്നെ ചെയ്യും. He won 7 Ballon d'Ors. He was Argentinian Player of the Year 14 times. He won the Copa America, and to cap it all, he won the World Cup as well. Surely now. And the boy from Madeira, who loves playing for his country. CR7 കാതിൽ പതിഞ്ഞിറങ്ങിയ ഒരു സിനിമാ ഡയലോഗിന് സമാനമായി പറഞ്ഞാൽ അവൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ ആ പേര് തന്നെ ധാരാളമായിരുന്നു. ഫുട്ബോളിൽ നിന്നല്ല, പകരം കായിക ലോകത്തിൽ ഇത്രത്തോളം ഇൻസ്പയർഡായ മറ്റൊരു താരം ഇല്ല എന്നത് നിസ്സംശയം പറയാനാകും. മൈതാനത്തിനകത്തും പുറത്തുമായി അയാൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് മറ്റൊരാൾക്ക് മോഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒരു ഫുട്ബോളറിന് വേണ്ട എല്ലാ വശ്യചാരിതയും ആകാരപടിയുമൊത്ത ഒരു 6 അടിക്കാരൻ. പ്രപഞ്ചത്തിലെ ഏതൊരു മൈതാനത്തിനു മധ്യയും ആ 7-ാം നമ്പറുകാരനുണ്ടെങ്കിൽ മുഴുവൻ കണ്ണുകളും അയാളിൽ മാത്രമായിരിക്കും. Cristiano Ronaldo's footballing godfather is preparing to take. വിധിയെ കീഴ്പ്പെടുത്തി തുടങ്ങിയ യാത്ര മുതൽ തനിക്കെതിരെ ഉയർന്നു വന്ന വെല്ലുവിളികളെയും പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും കാലാകാലങ്ങളിൽ നിരന്തരം പരാജയപ്പെടുത്തിക്കൊണ്ട് നരാചരകൾ ബാധിക്കാത്ത കാലുകളിൽ നിന്നും ഇന്നും അസ്തമിക്കാത്ത അത്ഭുതങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. നരനായാട്ടിനിറങ്ങുന്ന വിരോധികളുടെ വിരോധാഭാസങ്ങൾക്ക് മറുപടി എഴുതുന്ന അയാളിൽ ഈ കാൽപന്ത് ലോകത്തിലെ നായക വേഷത്തിനു മുന്നിൽ ഏത് കിരീടങ്ങളാണ് പകരമാകുക? എതിരെ വരുന്നവൻ്റെ തലയെയും തലവരെയും മാറ്റിമറിക്കാൻ പോകുന്ന കെൽപ്പുള്ള അയാളിലൂടെ മാത്രം സംഭവിക്കുന്ന അവസാനിക്കാത്ത അത്ഭുതങ്ങളുടെ ദിനരാത്രങ്ങൾ ഇന്നും 39-ാം വയസ്സിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അർഹതപ്പെട്ട പലതും റൊണോയിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം ഒന്നേയുള്ളൂ. ഫുട്ബോൾ എന്ന കായികത്തിന് മുകളിലായി ആ മനുഷ്യൻ ഒരു ബ്രാൻഡായി വളർന്നിരിക്കുന്നു. പുരസ്കാര നേട്ടങ്ങൾ കൊണ്ടും ടീം കിരീടങ്ങളുടെ എണ്ണങ്ങൾ കൊണ്ടും സമ്പന്നതയിൽ നിൽക്കുന്ന അതികായകൻ. ഗോളുകളുടെ കണക്ക് പുസ്തകം ഒന്ന് വായിച്ചെടുക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അതുതന്നെ ഒരു പഠന വിഷയമാക്കി മാറ്റേണ്ടി വരും. ഗോളുകളുടെ എണ്ണം കൊണ്ട് ഇനി ആരെയാണ് മറികടക്കേണ്ടത്? ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് ആ മാനുഷികൻ നടന്നു നീങ്ങേണ്ടത്? ഗോൾ വേട്ടയുടെ ഈ അടങ്ങാത്ത ദാഹം എവിടെ കൊണ്ടാണ് അവസാനിക്കുക? ഒന്നിനും യാതൊരു ഉത്തരവുമില്ല. അയാളുടെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവരെയും അയാൾക്കൊപ്പം തുടങ്ങിയവരെയും അയാൾക്ക് ശേഷം വന്നവരെയും അയാളേറെ പിന്നിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ കാലുകൾ കൊണ്ട് തൊടുന്നതെല്ലാം റെക്കോർഡ് പുസ്തകത്തിലേക്ക് ചേർക്കാനുള്ള വെറും നമ്പറുകൾ മാത്രം. കളിയുടെ അവസാന വിസിൽ മുഴങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ റൊണോയുടെ കരുത്താർജിക്കും പോലെ അയാളുടെ കരിയർ അവസാനവും സമാനമായി തുടരുന്നു എന്നതാണ് ഓരോ ആരാധകരും ഏറെ ആവേശം പകരുന്നത്. അതെ, റൊണാൾഡോ എന്ന അതികായകൻ ഇന്നും ആ കാൽപന്ത് ലോകത്ത് കരുത്തോടെ വിരാജിക്കുകയാണ്. Other footballers just cannot reach. Who's grasped of the Who is the best player in the world? 2009 മുതൽ 2018 വരെയുള്ള വർഷങ്ങളെ ഫുട്ബോളിലെ സുവർണ്ണ കാലഘട്ടമായി നിസ്സംശയം പ്രകീർത്തിക്കാം. റൊണോയും മെസ്സിയും ചേർന്ന് ഫുട്ബോൾ ലോകത്തിന് ഒരുക്കി തന്ന വിരുന്ന് അത്രമേൽ വിശാലമായിരുന്നു. പരസ്പരം വീറും വാശിയോടെ ഇതിഹാസങ്ങൾ കൊമ്പുകോർത്തപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചത് തീപാറും പോരാട്ടങ്ങൾക്കായിരുന്നു.
കിരീടം തേടിയുള്ള പടയോട്ടത്തിനിടെ പലകുറി രണ്ടുപേരും ഉയർന്നും താഴ്ന്നു നിന്നു. ഫാൻ ഫൈറ്റിൻ്റെ സർവ്വപരിധിയും ലംഘിച്ച നാളുകൾ നമ്മളിലൂടെ അന്ന് കടന്നു പോയിരുന്നു. ആ കാലഘട്ടത്തിൽ എത്ര മികച്ച താരങ്ങളാണ് ഇവരുടെ നിഴലിൽ മാത്രമായി ഒതുങ്ങിപ്പോയിട്ടുള്ളത്. ടീമുകൾ മാറി പിന്നീട് എപ്പോഴെല്ലാം ഇവർ മൈതാനം പങ്കിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ആവേശം വാനോളമായിരുന്നു. മാസങ്ങൾക്കുമിപ്പുറം ഒരിക്കൽ കൂടി ചരിത്രങ്ങൾ മാറ്റിയെഴുതിയ ആ രണ്ട് മഹാരഥന്മാർ ഏഷ്യൻ മൈതാനത്ത് വീണ്ടും ഇറങ്ങുമ്പോൾ അവിടം തീപിടിക്കുമെന്ന് തീർച്ച തന്നെ. റിയാദിൻ്റെ തെരുവോരങ്ങൾ അതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം റൊണോ മെസ്സി പ്രതിഭാസങ്ങൾ നെഞ്ചിലേറ്റിയവർ അവരുടെ വരവിനായി കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. ഇരുവരും നേർക്കുനേർ വരുമ്പോൾ അവരുടെ കണക്കുകൾ നിരത്തി സംവാദങ്ങൾ നടക്കുക പതിവ് കാഴ്ചകൾ തന്നെയാണ്. ആ ചർച്ചയ്ക്കിടയിൽ ആരാധനമൂത്തും വെറുപ്പമിതമായും ഈ രണ്ട് ഇതിഹാസങ്ങളെ കീഴ്ത്തിക്കെട്ടുക കാലങ്ങളായി ഒരു ആചാരം പോലെ തുടർന്നു പോകുന്നു. എന്നാൽ ഇരു ഫാൻസും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ മനപ്പുറം അറിയില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി നാം അനുഭവിച്ച സൗഭാഗ്യങ്ങളെയും സുന്ദര നിമിഷങ്ങളെയും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രണ്ട് മഹാരഥന്മാരുടെ കാലം ജീവിച്ച് അവരുടെ സൗന്ദര്യ ഫുട്ബോൾ തത്സമയം വീക്ഷിച്ച് അതിനെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ എത്ര മനോഹരമാണ്. ഒരിക്കൽ കൂടി ഈ രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ വരുമ്പോൾ ഒരുപക്ഷെ ആ കൺകുളിർമ നൽകുന്ന കാഴ്ചയുടെ അവസാന പതിപ്പും ഇതായേക്കുമെന്ന ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഏതൊരു മനോവികാരത്തെ കൊണ്ടാണ് ആ രണ്ട് വിടവാങ്ങലുകൾ ഉൾക്കൊള്ളുവാനാകുക? ഹൃദയങ്ങൾ പൊട്ടിപ്പോകുന്ന, കണ്ണുകൾ കലങ്ങുമാർ ദിനങ്ങൾ അതിവിദൂരമല്ലെന്ന് മനസ്സിനകത്തെവിടെയോ ഒരു വിങ്ങലായി മന്ത്രിക്കുന്നുണ്ട്. മെസ്സിയും റൊണോയും ചേർന്ന് ഫുട്ബോളിൽ ഉണ്ടാക്കിയിടത്തോളം മറ്റേത് താരത്തിനാണ് അവകാശപ്പെടാനാകുക? ഇനി ഏതെങ്കിലും ഒരു കാലം അതിനെ മാറ്റിക്കുറിക്കുവാൻ കെൽപ്പുള്ള ഒരുവൻ മണ്ണിൽ പിറവിയെടുക്കുമോ എന്നതും ആ സിംഹാസനം കൈയാളാൻ ചങ്കുറപ്പുള്ള ഒരാൾ അവതരിക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നം മാത്രമായി മാറുന്നു. ലോകം അതിൻ്റെ പരിസമാപ്തി കുറിക്കും കാലത്തോളം, ഫുട്ബോൾ എന്ന വികാരം മണ്ണിൽ അവശേഷിക്കുവോളം റൊണോയുടെയും മെസ്സിയുടെയും വിശുദ്ധി ലോകം വാഴ്ത്തിപ്പാടും. ലോകത്തിൻ്റെ പല കോണുകളിൽ ഇനിയും ഫുട്ബോളിൻ്റെ ധ്വനിമന്ത്രങ്ങൾ ഉയരും. പല താരങ്ങളും ഇതിഹാസങ്ങളും ഇനിയും പ്രപഞ്ചത്തിൽ പിറവികൊള്ളും. എന്നാൽ അവർക്കെല്ലാം മീതെ ആ രണ്ട് നാമങ്ങൾ അന്നും ചിരഞ്ജീവിയായി നിലകൊള്ളും. അതെ, ഹൃദയമിടിപ്പിൻ്റെ വേഗതയിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തിയ ആ രണ്ട് നാമങ്ങൾ തന്നെ: ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ, ലയണൽ ആൻഡ്രസ് മെസ്സി. Who's the best player in the world? I will go with Leo. Cristiano Ronaldo is, for me, the best player in the world. I think Messi. Yeah. Messi. Some people say I'm better, other people say forget the comparisons. They're setting standards. We're taking them for granted. We're expecting goals in big games.